ഈ നിരാശക്കടിമപ്പെട്ടവനെ പിടിച്ചെടുത്ത് അവനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു കൗൺസിലിംഗ് വിദഗ്ധരും കഴിയില്ലാതെ ഞാൻ എന്താ ഉറപ്പ് തരാം. അവനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് വരെ ശാസ്ത്രലോകം ഒരു മരുന്നും കണ്ടെത്തിയിട്ടില്ല. മനസ്സിനെ ബാധിച്ച മാരകമായ ഈ പ്രശ്നത്തിനെ നമ്മുടെ ഞരമ്പുകളെ ത്രസിപ്പിച്ചോ അതിനെ ഉറക്കിയോ കിടത്തുന്ന തരം മരുന്നുകൾ നിരന്തരം കഴിച്ചുകൊണ്ടിരുന്നാൽ ക്ഷീണം വർദ്ധിക്കുന്നതല്ലാതെ പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാകില്ല. ശാസ്ത്രലോകം ഇതുവരെ ഒരു പരിപാടിയും കണ്ടെത്തിയിട്ടില്ലെന്നാണ് പുള്ളി പറയുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിച്ച എല്ലാവരും ഈ സാധനം കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതേ തെറികൾ അനിൽ കൊടിത്തോട്ടത്തിന് ഇങ്ങനെയുള്ള അശാസ്ത്രീയത വരുത്തുന്നതിൽ അങ്ങേരെയും വിളിച്ച് അതേ തെറികൾ പറയും എന്നും ഞാൻ പ്രത്യാശിക്കുന്നു. പുള്ളി ഇവിടെ വെളിവായിൽ വിഡിത്തം പറയുന്നത് ആൻറ്റി ഡിപ്രസൻസ് പോലെയുള്ള മെഡിക്കേഷൻസിനെ കുറിച്ചാണ്. ഒരു വ്യക്തിയിലെ സാധാരണഗതിയിലുള്ള കെമിക്കൽ ഫങ്ഷനുകൾ നടക്കാതെ വരുമ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻസ് ആണ് ഇതൊക്കെ. ഇത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അതിനെയൊക്കെയാണ് ഒരു സ്റ്റേജിൽ ആയിരങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് നാണമില്ലാതെ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് സംസാരിക്കുന്നത്. ഇങ്ങേരെ പോലുള്ളവരോട് ഒരു റെസ്പെക്റ്റും തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ നിങ്ങളോട് പറയുവാണ്, ഇങ്ങനെയുള്ള വിഡ്ഢിത്തരം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളതും പിടിച്ച് വീട്ടിയിരിക്കുക. പല ആളുകൾ യുവാക്കളാണ് നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ പുലമ്പുന്ന വിഡ്ഢിത്തങ്ങൾ കേട്ടിട്ട് ഏറ്റവും വലിയ ചതിക്കുഴിയിൽ അകപ്പെട്ടു പോകുന്നത്. അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഹെൽപ്പ് കിട്ടാതെ വരുന്നു.